പശ്ചിമേഷ്യയെ ഗ്രസിച്ചിരിക്കുന്ന യുദ്ധഭീതിക്ക് അറുതി വരുത്താൻ ലക്ഷ്യമിട്ടുള്ള നിർണായക നീക്കങ്ങളുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്തെത്തിയിരിക്കുകയാണ്. കഴിഞ്ഞ കുറച്ചു കാലമായി മേഖലയിൽ നിലനിൽക്കുന്ന അത്യന്തം സങ്കീർണമായ രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ വലിയൊരു മാറ്റത്തിന് വഴി തുറക്കുന്ന പ്രസ്താവനയാണ് വൈറ്റ് ഹൌസിന് പുറത്തുവച്ച് ട്രംപ് നടത്തിയത്. അമേരിക്ക മുന്നോട്ട് വെച്ച പുതിയ സമാധാന നിർദ്ദേശങ്ങളിൽ ഇറാന്റെ ഔദ്യോഗിക മറുപടി ഇന്ന് രാത്രിയോടെ ഉണ്ടാകുമെന്നാണ് വാഷിംഗ്ടൺ പ്രതീക്ഷിക്കുന്നത്. ലോകം മുഴുവൻ ഉറ്റുനോക്കുന്ന ഈ നയതന്ത്ര നീക്കം ഒരുപക്ഷെ മേഖലയിലെ സംഘർഷങ്ങൾക്ക് താൽക്കാലികമായെങ്കിലും വിരാമമിട്ടേക്കാം. ടെഹ്റാനിൽ നിന്നുള്ള കത്ത് ഉടൻ തന്നെ പ്രതീക്ഷിക്കുന്നതായും ഇത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ചർച്ചകളിൽ അതീവ പ്രാധാന്യമുള്ള നിമിഷമാണെന്നും ട്രംപ് മാധ്യമപ്രവർത്തകരോട് വെളിപ്പെടുത്തി. ഇറാനുമായി നേരിട്ടുള്ള ഒരു യുദ്ധം ഒഴിവാക്കാനും എന്നാൽ അമേരിക്കയുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കാനും ലക്ഷ്യമിട്ടുള്ളതാണ് ഈ പുതിയ നീക്കങ്ങൾ. ഇറാന്റെ മറുപടി എന്തായിരിക്കും എന്നതിനെ ആശ്രയിച്ചിരിക്കും വരും ദിവസങ്ങളിൽ പശ്ചിമേഷ്യയുടെ ഭാവിയെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നു. ഹോർമുസ് കടലിടുക്കിലെ സൈനിക സാന്നിധ്യവും അന്താരാഷ്ട്ര കപ്പൽ ഗതാഗതത്തിന് നേരെ ഉയരുന്ന ഭീഷണികളും അമേരിക്കയെ വലിയ തോതിൽ അസ്വസ്ഥരാക്കുന്നുണ്ട്. ലോകത്തിലെ പ്രധാന എണ്ണ വ്യാപാര പാതയായ ഇവിടെ ഇറാൻ നടത്തുന്ന നീക്കങ്ങൾ ആഗോള സമ്പദ് വ്യവസ്ഥയെ തന്നെ ബാധിക്കുന്ന ഒന്നാണ്. ഈ സാഹചര്യത്തിലാണ് നയതന്ത്ര തലത്തിലുള്ള സമ്മർദ്ദം ശക്തമാക്കി ഇറാനെ ഒരു ഒത്തുതീർപ്പിന് പ്രേരിപ്പിക്കാൻ വാഷിംഗ്ടൺ ശ്രമിക്കുന്നത്. ട്രംപിന്റെ പ്രസ്താവനയിലെ ഇന്ന് രാത്രി എന്ന പ്രയോഗം കാര്യങ്ങൾ എത്രത്തോളം വേഗതയിലാണ് നീങ്ങുന്നതെന്ന് വ്യക്തമാക്കുന്നുണ്ട്. അമേരിക്കൻ വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോയും ഈ നീക്കങ്ങളെ കുറിച്ച് ശുഭപ്രതീക്ഷ പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഇറാന്റെ മറുപടി ഗൗരവകരമായ ചർച്ചകളിലേക്ക് വഴി തുറക്കുമെന്നാണ് വിദേശകാര്യ വകുപ്പിന്റെ കണക്കുകൂട്ടൽ. വെറും ഭീഷണികൾക്കപ്പുറം പ്രായോഗികമായ ഒരു പരിഹാരമാണ് അമേരിക്ക ഇപ്പോൾ ആഗ്രഹിക്കുന്നത്. എന്നിരുന്നാലും ഇറാൻ തങ്ങളുടെ നിലപാടുകളിൽ എത്രത്തോളം വിട്ടുവീഴ്ച ചെയ്യുമെന്നത് ഇപ്പോഴും അവ്യക്തമായി തുടരുന്നു. മേഖലയിൽ ഒരു വലിയ യുദ്ധം ഉണ്ടാകുന്നത് ആരും ആഗ്രഹിക്കുന്നില്ലെങ്കിലും ഇസ്രയേൽ ഉൾപ്പെടെയുള്ള സഖ്യകക്ഷികളുടെ സുരക്ഷ ഉറപ്പാക്കേണ്ട ബാധ്യത അമേരിക്കയ്ക്കുണ്ട്. ഇറാന്റെ ആണവ പദ്ധതിയോടുള്ള അമേരിക്കയുടെ എതിർപ്പും ഈ ചർച്ചകളുടെ പശ്ചാത്തലത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ടാകാം. ട്രംപിന്റെ മുൻ ഭരണകാലത്തെ അപേക്ഷിച്ച് കൂടുതൽ കരുതലോടെയുള്ള നീക്കങ്ങളാണ് ഇത്തവണ കാണാൻ സാധിക്കുന്നത്. ഇറാന്റെ ഭാഗത്തു നിന്ന് ലഭിക്കുന്ന പ്രതികരണം അനുകൂലമാണെങ്കിൽ അത് പശ്ചിമേഷ്യയിലെ മറ്റ് രാജ്യങ്ങൾക്കും ആശ്വാസമാകും. സൗദി അറേബ്യയും ഖത്തറും ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഈ നയതന്ത്ര നീക്കങ്ങളെ അതീവ ജാഗ്രതയോടെയാണ് നിരീക്ഷിക്കുന്നത്. മേഖലയിലെ സമാധാനം പുനഃസ്ഥാപിക്കപ്പെട്ടാൽ അത് എണ്ണവില കുറയുന്നതിനും ആഗോള വിപണിയിൽ സ്ഥിരത കൈവരിക്കുന്നതിനും കാരണമാകും. നയതന്ത്ര ചർച്ചകളിൽ ഇപ്പോഴും അപ്രതീക്ഷിത നീക്കങ്ങൾ നടത്തുന്ന ട്രംപ് ഇത്തവണ ഇറാനെ പ്രതിരോധത്തിലാക്കിയിരിക്കുകയാണ്. തങ്ങളുടെ നിലപാട് വ്യക്തമാക്കാൻ ഇറാന് നൽകിയിരിക്കുന്ന സമയം വളരെ കുറവാണ്. ഇതൊരു തന്ത്രപരമായ നീക്കമായി കരുതപ്പെടുന്നുണ്ട്. ഇറാന്റെ ഉള്ളിൽ തന്നെ ഈ വിഷയത്തിൽ ഭിന്നതയുണ്ടോ എന്ന കാര്യവും അമേരിക്ക നിരീക്ഷിക്കുന്നുണ്ട്. പശ്ചിമേഷ്യയിലെ ഓരോ ചലനവും ഇപ്പോൾ വാഷിംഗ്ടണിലെ ഈ പുതിയ സംഭവ വികാസങ്ങളെ കേന്ദ്രീകരിച്ചാണ്. യുദ്ധം തുടങ്ങാനല്ല, മറിച്ച് അത് അവസാനിപ്പിക്കാനാണ് താൻ ശ്രമിക്കുന്നതെന്ന് ട്രംപ് ലോകത്തോട് പറയാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ ഇറാന്റെ പരമോന്നത നേതാവ് അലി ഖൊമേനി ഈ നീക്കത്തോട് എങ്ങനെ പ്രതികരിക്കുമെന്നതാണ് ഏറ്റവും വലിയ കടങ്കഥ. യൂറോപ്യൻ രാജ്യങ്ങളും ഈ ചർച്ചകളെ പിന്തുണയ്ക്കുന്നുണ്ട്. ഇറാനുമായി സമാധാനപരമായ ബന്ധം ആഗ്രഹിക്കുന്ന പല രാജ്യങ്ങളും ട്രംപിന്റെ ഈ പുതിയ നീക്കത്തെ സ്വാഗതം ചെയ്യുന്നു. സംഘർഷം ഒഴിവാക്കാൻ നേതറ്റം വരെയും പോകാൻ തയ്യാറാണെന്ന് അമേരിക്ക കാട്ടുന്ന ഈ താൽപര്യം നയതന്ത്ര ലോകത്ത് വലിയ ചർച്ചയാണ്. ഇതിനിടയിൽ ഇസ്രയേലിന്റെ ഭാഗത്തു നിന്നുള്ള പ്രതികരണങ്ങളും നിർണായകമാകും. ഇന്നത്തെ രാത്രി അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം വളരെ നീണ്ട ഒന്നായിരിക്കും. പെന്റഗണും സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റും ടെഹ്റാനിൽ നിന്നുള്ള വാർത്തകൾക്കായി കാത്തിരിക്കുകയാണ്. ഈ ചർച്ചകൾ വിജയിച്ചാൽ അത് ട്രംപിന്റെ വിദേശ നയത്തിലെ ഏറ്റവും വലിയ വിജയങ്ങളിൽ ഒന്നായി മാറും. യുദ്ധത്തിന്റെ വക്കിൽ നിന്ന് ലോകത്തെ രക്ഷിച്ച നേതാവ് എന്ന പ്രതിച്ഛായ നിർമ്മിക്കാൻ അദ്ദേഹത്തിന് ഇത് സഹായിക്കും. ഇറാന്റെ സൈനിക വിഭാഗമായ റവല്യൂഷണറി ഗാർഡ് ഈ ചർച്ചകളോട് സഹകരിക്കുമോ എന്നതും വലിയ ചോദ്യമാണ്. സർക്കാരിന്റെ നയതന്ത്ര നീക്കങ്ങളെ അവർ പലപ്പോഴും എതിർക്കാറുണ്ട്. യുദ്ധഭീതിയും നയതന്ത്ര നീക്കങ്ങളും ഒരുപോലെ സജീവമായ ഈ ഘട്ടത്തിൽ ലോകരാജ്യങ്ങൾക്കിടയിൽ വലിയൊരു ആശങ്ക നിലനിൽക്കുന്നുണ്ട്. ചെറിയൊരു പിഴവ് പോലും വലിയൊരു വിപത്തിലേക്ക് നയിച്ചേക്കാം. ട്രംപിന്റെ വാക്കുകളിൽ ഒരേ സമയം പ്രതീക്ഷയും ഭീഷണിയും കലർന്നിട്ടുണ്ട്. സമാധാനത്തിന് അദ്ദേഹം നൽകുന്ന ഈ അവസാന അവസരം ഇറാൻ കൈവിടില്ലെന്നാണ് വൈറ്റ് ഹൌസ് വൃത്തങ്ങൾ വിശ്വസിക്കുന്നത്.
ഈ നയതന്ത്ര നീക്കം വിജയിക്കുകയാണെങ്കിൽ അത് പശ്ചിമേഷ്യൻ രാഷ്ട്രീയത്തിൽ പുതിയൊരു യുഗത്തിന് തുടക്കം കുറിക്കും. ദശകങ്ങളായി നിലനിൽക്കുന്ന പകയും ശത്രുതയും അവസാനിപ്പിച്ച് സഹകരണത്തിന്റെ പാതയിലേക്ക് ഇരു രാജ്യങ്ങളും നീങ്ങുന്നത് ലോക സമാധാനത്തിന് വലിയ സംഭാവനയാകും. ട്രംപ് വെളിപ്പെടുത്തിയ ആ രഹസ്യ കത്ത് വരാനിരിക്കുന്ന വലിയ മാറ്റങ്ങളുടെ മുന്നോടിയായിരിക്കട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം. രാത്രിയുടെ നിശബ്ദതയിൽ ടെഹ്റാനിൽ നിന്ന് വരാനിരിക്കുന്ന ആ മറുപടി ഒരുപക്ഷെ ലോക ചരിത്രത്തെ തന്നെ മാറ്റി എഴുതിയേക്കാം.